ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയാണ്. തൊപ്പി എന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയല്ല, MRC തൊപ്പി. അതായത് നമ്മുടെ യൂട്യൂബറും ഗെയിമറും ഒക്കെ ആയിട്ടുള്ള സ്ട്രീമറൊക്കെ ആയിട്ടുള്ള നമ്മുടെ MRC തൊപ്പിയും വേഴ്സസ് ആറാട്ടണ്ണൻ, അതായത് സന്തോഷ് വർക്കി, ബുദ്ധി കൂടിയ പൊട്ടൻ എന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ വ്യക്തിയും തമ്മിലുള്ള ചെറിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം എന്താണ്, അവസാനം എന്താണ്, ഇനി എൻ്റെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോക്ക് പോകുന്ന മുന്നേറ്റ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പെടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊപ്പി ഈ അടുത്ത് ഏകദേശം ഒരാഴ്ച മുന്നേ ഒരു സ്ട്രീം നടത്തുന്നുണ്ടായിരുന്നു. ആ സ്ട്രീമിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബിഗ് ബോസിലെ പഞ്ച് ഇടിക്കാരൻ അസീർ റോക്കി എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അസീർ റോക്കിയും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആറാട്ടണ്ണനും, അതുപോലെ തന്നെ നമ്മുടെ പ്രസംഗമണ്ണൻ അലിൻ ജോസ് പെരേര, ഇവരും ആയിരുന്നു ഗസ്റ്റ്. അതിൽ ഈ പരിപാടി നടന്നു, അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തായത് ആറാട്ടന്റെ തഗ്ഗും അതുപോലെ തന്നെ അലിൻ ജോസിന്റെ ഡാൻസും റോക്കി ബൈയുടെ കുറെ റോക്കി ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം റോക്കി പുറത്തിറങ്ങിയതിനു ശേഷം റോക്കിക്ക് എന്താണ് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെങ്ങാണ്ടൊക്കെ കച്ചറകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അധികം വിഷയത്തിലേക്ക് വന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ആറാട്ടണ്ണൻ ഈ ഒരു തൊപ്പിന്റെ ഈ ലൈവിലേക്ക് പോയതിന്റെ ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പരാമർശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ആ ഒരു ക്ലിപ്പ് കാണണം. അതായത് ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി ഈ ലൈവിലേക്ക് പോകാണ്ടായ കാരണം എന്നെ എത്രത്തോളം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇരുന്നാലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അപവാചന എന്താ മൈദേനെ വേർഡ് ഉപയോഗിച്ചു അല്ലേ? ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു. എന്തിനാ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന? നീ അവിടെ വന്ന് എന്നിട്ടാണ് ഞാൻ അവിടെ വന്ന് കടന്നു ഉറങ്ങി. രാത്രി 2 മണിക്ക് ഉറങ്ങാതെ പിന്നെ ഇറങ്ങി ഓർഡറോ അവന്റെ 2000 രൂപ 45 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്തതാണ്. അവന്റെ പോസ്റ്ററിൽ ചെറിയൊരു ഫോട്ടോ. ആവശ്യമില്ലെങ്കിൽ വിളിക്കണ്ട, വിളിച്ചു വരുത്തി അപമാനിക്കാൻ എന്തിനാണ്? നീ ആരാ എന്റെ വിചാരം? വേറെ പല ആൾക്കാർ എന്റെ നമ്പർ ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞാണ് നീ കാശ് വാങ്ങിച്ച എല്ലാം ചെയ്യണം. നാണല്ലോ ഇങ്ങനെ കാശ് ഉണ്ടാക്കാൻ, വല്ലവനെ പറ്റിച്ച. എനിക്ക് എന്നെ ആവശ്യം എന്നെ വിളിക്കണ്ട, എന്തിനാ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന? പോസ്റ്ററിൽ ഒരു ചെറിയൊരു ഫോട്ടോ. 45 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്താ. അവന്റെ റെമ്യൂണറേഷൻ 2000 രൂപ. 8 മണിക്ക് പോയിട്ട് 3 മണിക്കാണ് വന്നതാ. രാത്രി 8 മണിക്ക് പോയിട്ട് രാവിലെ 3 മണിക്കാണ് വന്നതാ. എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ വയ്യേ? വല്ലനെ പഠിച്ച് രൂപയുണ്ടാക്കുന്ന എത്രയാണ്? വിദ്യാഭ്യാസവും ഇല്ല, ഒരു ഉണ്ടേ ഇല്ല, കുറെ കോപ്രായം കാണിക്കാൻ അറിയാം. നിനക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. മര്യാദക്കുള്ള ബുദ്ധി ഇല്ലല്ലോ, വല്ലനെ പഠിക്കാനല്ലോ അറിയുള്ളൂ. നിനക്ക് ഇതേ പറ്റുള്ളൂ. ഇതിൽ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ആറാട്ടണ്ണൻ പറയുന്നുണ്ട്, എന്നെ 8 മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, അത്ര മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, ഇങ്ങനെ ചെയ്യിപ്പിച്ചു. പിന്നെ പോരാത്തിന് എനിക്ക് 2000 ഉലുവ തന്നത്. എന്നെ വിളിക്കണ്ട നിങ്ങള്, എന്റെ പോസ്റ്ററിൽ നിങ്ങൾ ചെറിയ ഫോട്ടോ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ഇതിന്റെ വാസ്തവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സന്തോഷ് വർക്കി നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്ത് എടുക്കാം. സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട ബുദ്ധിയുള്ള പൊട്ടൻ എന്ന് പറയുന്ന, ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിലും ബുദ്ധിയുള്ള പൊട്ടൻ എന്ന് പറഞ്ഞ ആ ആറാട്ടണ്ണൻ, അതായത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ സിനിമ റിവ്യൂ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫേമസ് ആയി. ആ ഫെയിം ഇങ്ങനെ നിന്ന് അതിലിങ്ങനെ രസിക്കുകയാണ്. അപ്പൊ അതിലിങ്ങനെ രസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആറാട്ടണ്ണന് സ്വാഭാവികമായിട്ടും പല ആളുകളും ഇന്റർവ്യൂവിന് വിളിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഓൾറെഡി അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ആ ഒരു മരമായ കാരണം ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വേറെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആറാട്ടണ്ണൻ.
അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള മറുപടി ആയിട്ട് നമ്മുടെ തൊപ്പി തന്നെ അദ്ദേഹത്തിന്റെ പുതിയ സ്ട്രീമായിട്ടുള്ള ഇന്നലെ അതിനെക്കുറിച്ച് ഭയങ്കര വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. അപ്പോൾ ഇത്രയാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള തൊപ്പി എന്താ പറയുന്നത് കേട്ടോ. ആരാന്നറിയില്ല, ഓനെന്തിനാ കൊണ്ടുവരുന്ന എന്നോട് ചോദിക്കും, മനസ്സിലാ? ഇവരൊന്നും ആരാന്നറിയില്ല, പിന്നെ എങ്ങനെയാ പേയ്മെന്റ് എടുത്തു കൊടുക്കല്? ഓക്കെ, എന്നിട്ട് ഓക്കെ എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാന്ന് ചോദിച്ചു. അലിൻ ജോസ് എന്നോട് 5000 രൂപ വേണം തൊപ്പി. മാനുമായിട്ട് പറഞ്ഞു, അത് അപ്പൊ തന്നെ കൊടുത്തു, ഞാൻ ബാർഗെയിൻ പോലും ചെയ്തിട്ട് അങ്ങനെ തന്നെ കൊടുത്ത്. അലിൻ ജോസ് സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു 5000 അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, 2000 1000 ആയാലും മതി എന്ന് പറഞ്ഞു. പിന്നെ അവൻ അങ്ങനത്തെ അവൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ 5000 കൊടുത്ത്. ഈ ആളെ എന്നെ വിളിച്ചു ചോദിച്ചപ്പോ പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ കൊടുത്ത് അത് എന്ത് ഊമ്പിത്തരാം. ഓക്കെ, ആറാട്ടണ നിങ്ങൾ ഫീൽഡ് ഔട്ടായി. അതാണ് നിങ്ങളെ പോസ്റ്ററിൽ നിങ്ങളെ ഫോട്ടോ ഞാൻ ചെറുതായിട്ട് വെച്ചത്. ഒന്നാമത് ഞാൻ വെച്ചതല്ല, എന്റെ ടീം വെക്കുന്നതാണ്. എനിക്ക് അറിയാം, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ അവര് വെച്ചത് നിങ്ങൾ ഔട്ടായി. ചങ്ങായി, നിങ്ങൾ അത് മനസ്സിലാക്കി, നിങ്ങൾ ഔട്ടായി, അതാണ് മനസ്സിലാ. പിന്നെ പൈസ ചോദിക്കുമ്പോ അത്രയാണ് കൃത്യമായിട്ട് പറഞ്ഞു വാങ്ങാൻ പഠിക്കണം. അല്ലാണ്ട് നാണിച്ചിരുന്ന് വലിയ ഈഗോ കളിച്ചിട്ട് കാര്യമില്ല. സ്കിപ്പ്. തൊപ്പി പറയുന്നതിൽ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തൊപ്പി പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടപ്പോ തൊപ്പിക്ക് ഫുള്ളായിട്ട് പറയാനും വയ്യ, എന്നാ കക്കാനും വയ്യ, എന്നാ ഇറക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് തൊപ്പി കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ വിളിച്ചും പോയി. ഇനിയിപ്പോ ഇദ്ദേഹത്തിനെ പറ്റി പരമാവധി ഫുള്ള് മൊണ്ണത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഇനി എന്തിനാ വിളിച്ചേന്നുള്ള ചോദ്യം ആൾക്കാർ എന്നെ ഉന്നയിക്കോ എന്നുള്ള ഒരു ഭയത്തിലാണ് തൊപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നോട്ട് വരാം. ഇതിന് ശേഷം ആറാട്ടെണ്ണം വീണ്ടും ഒരു വീഡിയോ ഇട്ടു. ഒരു വീഡിയോ ഒന്നല്ല, ആറാട്ടെന്റെ മറ്റേ പകുതി തല ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇത്ര ഉണ്ടാവുള്ളൂ തല. എന്നിട്ട് കിടന്നിട്ട് ഫ്രം ആറാട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടും. എന്നിട്ട് തൊപ്പി ചെയ്തത് വളരെ മോശമായി പോയി, തൊപ്പി ചെയ്തത് ഇങ്ങനെ ആക്കിയാണ് ആറാട്ടെണ്ണം. അപ്പോൾ ഇനി ബാക്കിയുള്ള വിഷയമുണ്ട്. അപ്പൊ അതെന്താന്നുള്ളതും കൂടി ഒരു ബാക്കി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ആറാട്ടെണ്ണം പറയുന്നുണ്ട്. അതിനുശേഷം അതിന് മറുപടി ആയിട്ട് തൊപ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആറാട്ടെണ്ണം ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. ഈ 2-3 ക്ലിപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാം. നേരെ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് ചോദിച്ച ലക്ഷങ്ങളാണ് ചോദിച്ചത്. എനിക്കതന്നില്ല 2000 രൂപ പൈസ കണക്ക് പറഞ്ഞത്. ആ ലൈവിനിടയ്ക്ക് റോക്കി ആയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയതാണ് ബിഗ് ബോസിലെ. അവനും റെപ്യൂട്ടേഷൻ ചോദിച്ചാൽ അത്ര കൊടുത്തിട്ടുള്ള അറിയണം. അതേപോലെ സ്ക്രീനിന്റെ മുമ്പിൽ കയറി ഇരിക്കുക, അവനെ കാണിക്കുന്നില്ല. ഇനി അതും കളിയാണെന്ന് അറിയില്ല, ഒരു പ്ലാൻ ചെയ്ത് കളിച്ചാണെന്ന് അറിയില്ല. പണത്തിന്റെ കാര്യത്തിൽ തൊപ്പി ഒരു എച്ചിയാണ്. 25,000 റുപ്പീസ് ചോദിച്ചത്. നിങ്ങൾക്ക് കയറി വന്നൂടെ? ഞാൻ പറഞ്ഞ പുറത്ത് വെയിറ്റ് ചെയ്യാൻ. ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം, ഇതൊന്നും അല്ല. നിങ്ങളെന്താ അല്ലല്ല ഒരു മിനിറ്റ് നിങ്ങളെന്താ ഞാൻ പറ്റിച്ച് അല്ലല്ല ഞാൻ ആൾക്കാരെ പറ്റിച്ച് എന്നെല്ലാം പറഞ്ഞ എങ്ങനെ നിങ്ങളെ പറ്റിക്കുന്നതാല്? നിങ്ങളോട് ഞാൻ അത്ര പൈസ എന്ന് ചോദിച്ചില്ലേ? ഉപയോഗിച്ച് ഞാനിപ്പോ നിങ്ങളെ വീഡിയോ കണ്ടാറണ്ട. നിങ്ങൾ ടോൺ മാറ്റണ്ട. നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ വീഡിയോയിൽ സംസാരിച്ചത്. നിങ്ങൾ ഇപ്പൊ ടോൺ മാറ്റണ്ട. എന്നാ പിന്നെ അന്ന് പറയണം. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പൈസ വരുമ്പോ അത് പോരാന്ന് പറഞ്ഞില്ല? ഇപ്പൊ അലിൻ ജോസിനോട് ഞാൻ എത്ര വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അലിൻ ജോസ് പറഞ്ഞ 5000 വേണമെന്ന്. അപ്പൊ 5000 കൊടുത്തു. നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ പൈസ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഒരു 50,000 ഇട്ട് തരണം. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ 50,000 ചോദിച്ചാൽ നിങ്ങൾ 50,000 തരുമായിരുന്നു. നിങ്ങളൊന്നും ചോദിച്ചില്ല. നിങ്ങൾ എന്താ നിങ്ങളെ പൈസ എത്ര ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു വേണ്ട പൈസ. കേരളത്തിലെ 2 പ്രതിഭാസങ്ങളാണ്. ഇവരുണ്ടായെങ്കിലേ കേരളം നിലനിൽക്കുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ഇവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവർ റിവ്യൂ പറഞ്ഞാൽ മാത്രം സിനിമ അവിടെ ഓടുന്നുള്ളൂ. ഇവര് റിവ്യൂ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവർ 2 പേരുടെയും തമ്മിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ റിവ്യൂ കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോ യൂട്യൂബേഴ്സും റിവ്യൂ ഇപ്പോഴും ഇടുന്നുണ്ട്. ഈ മറ്റേ അഭിപ്രായം പറയും എന്ന് പറഞ്ഞ ആൾക്കാരെടുത്ത് അതിൽ തമ്മിൽ ഇദ്ദേഹം പറഞ്ഞിട്ടൊന്നുണ്ടാവില്ല, തമ്മിൽ ഉണ്ടാവും ഇയാളെ ഫോട്ടോ, ഈ ആറാട്ടെണ്ണന്റെ. എന്ത് തേങ്ങക്കാണ് ഇയാളൊക്കെ എപ്പോഴും എന്തിനാണ് ഈ പ്രസൻസ് കൊടുക്കുന്നത്? ഇയാളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ 2 റിവ്യൂ പറഞ്ഞാണ്ട് ഇവര് വൈറലായതിന്റെ പേരിലോ എന്താണ് എന്ത് തേങ്ങ ചെയ്യുന്നത്? ബിഗ് ബോസിനായാല ഈ കേരളത്തിൽ വന്നിട്ട് എല്ലാ മീഡിയക്കാരെ മുന്നിലും വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാ, ഇവന്റെ കുറ്റം പറയാ, കുറെ മോഹൻലാലിന്റെ കുറ്റം പറഞ്ഞ നടന്നു. ഒരു കടുത്ത ആരാധകനാണ് മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ്. എന്നിട്ട് മോഹൻലാലിനെ അവിടെ പെണ്ണുങ്ങളായിട്ട് പിടിപാടുണ്ട്, ഇവിടെ പെണ്ണുങ്ങളായിട്ട് പിടിപാടുണ്ട്, ഇവിടെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കളിയാക്കാൻ നടക്കുക. എന്ത് തേങ്ങക്കാണ്? ഞാൻ എൻ്റെ അഭിപ്രായത്തിലൊക്കെ ഇവരൊക്കെ മെയിൻ ചെയ്യാതെ വിടുക എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് ഒരാളെ ഇതൊക്കുന്നത്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് കീഴിറക്കും നമ്മൾ തന്നെ ചെയ്യുന്നത്. അതിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ നെവർ മൈൻഡിൽ വിട്ട് കഴിഞ്ഞാൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ തൊപ്പി എന്ന് പറയുന്ന ഒരാൾക്ക് നല്ലൊരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യൂവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ പലതും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ, എവിടെ ചെന്നാലും ഇദ്ദേഹത്തിന്റെ ഒരു സ്ട്രീം ഇട്ട്, പുതിയ ലേറ്റസ്റ്റ് സ്ട്രീം ഇട്ട അത് ആളുകൾ കണ്ടിരിക്കാൻ ഒരു ആളുകളുണ്ട്. ആ സ്ഥാനത്തേക്ക് ഇവരെ കൊടുന്നിട്ട് ഇവരെന്തൊക്കെയോ വലിയതാണ്, ഞാൻ കേരളത്തിലേക്ക് വന്ന ഞാൻ എന്തോ റിവ്യൂ പറഞ്ഞ 2 രാജാക്കന്മാർ, മറ്റോ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞെടുക്കുകയാണ്, മറ്റേ അലിൻ ജോസ് പെരേര. ഇതാണ് മലയാളത്തിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് സൂപ്പർ സ്റ്റാർ, അതായത് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ. പിന്നെ എന്താണ്, ഏതാണ് ഇതൊരു എന്നതിന് തലതെറിച്ചവൻ, തലതെറിച്ചവൻ, അതൊക്കെയാണ് ഇവരൊക്കെ സ്റ്റാൻഡേർഡ്. ആ തലതെറിച്ചവനൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനും ഇദ്ദേഹത്തിന് 2 തെരണ്ടിവാലിൽ അച്ചാറിട്ട് അടിച്ചണമെന്ന് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ ആറാട്ടനൊക്കെ നല്ല പെട ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആറാട്ടൻ റെഡി ആവും എന്റെ അഭിപ്രായത്തിൽ. അല്ലാതെ ആറാട്ടൻ ഇങ്ങനെ കിടന്നിട്ട് എന്നെ വിളിക്കാൻ പാടില്ല, എന്നെ അത് പറയാൻ പാടില്ല, എനിക്ക് 2000 രൂപ എന്നെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ വിളിക്കണ്ടേ, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണ്ട. എന്നിട്ട് അതെന്താ സംഭവം ഇത്രേ ഉള്ളൂ. ഇതിന്റെ അടിസ്ഥാനം എന്താ, മറ്റാൾക്ക് 5000 രൂപ കൊടുത്തു, അത് ഇയാൾ അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ ഫീൽഡ് ഔട്ട് ആണ്, എനിക്ക് അതുകൊണ്ടാണ് 2000 തന്നെ, അവനക്ക് 5000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതാണ് സംഭവിക്കുന്നത്. അതാണ് ഇത് സംഭവിച്ചത്. എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, അലിൻ ജോസിന് വരെ ന്യായമായിട്ടുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു. അത് അലിൻ ജോസിന്റെ ബില്ല് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടു, അത് തൊപ്പി കൊടുത്തു, അത് അർഹതയുള്ളതാണ്. അത് അതിലെന്തെങ്കിലും കുറവ് വർത്തിയിരുന്നെങ്കിൽ ഞാൻ 10,000 കൊടുത്തതെന്നുണ്ടെങ്കിൽ 10,000 ചോദിച്ചു, ഞാൻ 5000 രൂപ എനിക്ക് 5000 രൂപ തന്നോളൂ എന്ന് പറയുന്നതല്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത്രയാണ് പേയ്മെന്റ്, ആ പേയ്മെന്റ് തൊപ്പി കൊടുത്തു, 5000 രൂപ 2000 രൂപ തന്നാൽ മതി എന്നാണ് പറഞ്ഞത് തൊപ്പി പറയുന്നത്. എന്നിരുന്നാൽ പോലും തൊപ്പി അത് 5000 രൂപയ്ക്ക് കൊടുത്തു. ഇദ്ദേഹം ഒന്നും ചോദിച്ചില്ല, അപ്പൊ ഇദ്ദേഹത്തിന് 2000 രൂപ തൊപ്പി കൊടുത്തു. അപ്പൊ അതിനർത്ഥം ഇദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ പേയ്മെന്റ് അല്ല, ഇദ്ദേഹം വലിയ ഫേമസ് ആണ്, ഞാൻ എന്തോ മലയാളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മറ്റേ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് 3ാമത്തെ സിനിമ മോഹൻലാലിനെ വെച്ച് ഡയറക്ട് ചെയ്യുന്നു, ഞാൻ 4 പടങ്ങളിൽ അഭിനയിച്ച് 2 സൂപ്പർ ഹിറ്റ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോയോ ടീമുള്ള ആറാട്ടൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ട എന്താ, ഓക്കെ എന്റെ പേയ്മെന്റ് ഇത്രയാണ്, എനിക്ക് ഇത്ര പേയ്മെന്റ് തരണം. അതുപോലെ റോക്കി പറഞ്ഞു, റോക്കിക്കുള്ള പേയ്മെന്റ് കൊടുത്തു. അതിപ്പോ ഞാൻ പറയുന്നത് തൊപ്പിന് ഇതിൽ ആക്ഷേപിക്കുന്നതല്ല. അപ്പൊ എല്ലാവരും തൊപ്പിനെ കളിയാക്കുന്ന ആൾക്കാർ കുറെ ആളുകൾ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും എന്താണ് ഈ ആറാട്ടനെയും ഈ അലിൻ ജോസ് പെരേരനെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ അവർ ചെയ്യുന്നതും അവരർഹിക്കുന്നതുമായിട്ടുള്ള ഒന്നും തന്നെ ഈ കേരളത്തിലില്ല. അവർ മിണ്ടാതെ വായ അടിച്ചിട്ട് അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് പോവാ. ഈ സിനിമ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ റിവ്യൂ ഇടുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നാളെ വന്നിട്ട് അലിൻ ജോസ് പെരേര സെർച്ച് ചെയ്യുന്ന അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അത് ഇയാൾ യൂട്യൂബിൽ ഇടുന്നു. അതായത് ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം, ആരെങ്കിലും കുറ്റം പറയണം. അതായത് ഒരു മറ്റേ ഇതായിക്കണം, അതായത് 40 നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരാളാണ്, അതായത് ഇവിടെ ഒന്നല്ല, ആൾക്ക് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ബ്രില്യൻ ബ്രെയിൻ ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കണം, വൈകുന്നേരം ചായപ്പീടിയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കൂടെ പറയണമെന്ന് അർത്ഥം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും